ലോകരക്ഷയ്ക്കായി ദൈവപുത്രനായ യേശു ബേത്ലഹേമിലെ പുൽക്കൂട്ടിൽ പിറന്ന ദിവസമായ ഡിസംബർ 25 ക്രിസ്തുമസായി നാം ആചരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നത്. ക്രിസ്തുവിന്റെ ജനന ദിവസമാണ് ഡിസംബർ 25 എന്ന കാര്യത്തിൽ നമുക്കാർക്കും സംശയമില്ല. എന്നാൽ ക്രൈസ്തവരിലെ തന്നെ ചില വിഭാഗങ്ങൾ ഇക്കാര്യം നിഷേധിക്കുകയും ഡിസംബർ 25 ക്രിസ്തു പിറന്നത് എന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നു. ഒരു തർക്കത്തിനോ വാഗ്വാദത്തിനോ നമുക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ശരി എങ്കിൽ ക്രിസ്തു ജനിച്ച യഥാർത്ഥ ദിവസം ഏതെന്നു പറയൂ എന്ന് അവരോട് ചോദിച്ചാൽ അവർക്കതിന് വ്യക്തമായ മറുപടി നൽകാനുമില്ല. പകരം വെക്കാവുന്ന തീയതിയില്ല. ക്രിസ്തു ഡിസംബർ 25 ജനിച്ചതെന്ന് പാരമ്പര്യമായി തെളിവുകളില്ല. അപ്പസ്തോലന്മാർ അക്കാര്യം സാക്ഷ്യപ്പെടുത്തിയിട്ടില്ല എന്നിങ്ങനെയുള്ള നിരവധി ഒഴികഴിവുകൾ പറഞ്ഞ് രക്ഷപ്പെടാനാണ് അവർ ശ്രമിക്കുന്നത്. എന്നാൽ വാസ്തവം എന്താണ്? ആദിമ ക്രൈസ്തവരുടെ കാലം മുതൽ ഡിസംബർ 25 ക്രിസ്തുമസ് ആഘോഷിച്ചിരുന്നത്. ചരിത്രപരവും വിശ്വാസപരവും വിശുദ്ധ ഗ്രന്ഥാധിഷ്ഠിതവുമായിരുന്നു അത്. AD 204 ജീവിച്ചിരുന്ന റോമിലെ വിശുദ്ധ ഹിപ്പോളൈറ്റസ് അതേക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ്: ഡിസംബർ 25 ക്രിസ്തു ജനിച്ചത്. AD 354 മുതലുള്ള ഔദ്യോഗിക ക്രൈസ്തവ രേഖകളിൽ യേശു ഡിസംബർ 25 പിറന്നത് എന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുമുണ്ട്. ഡിസംബർ 25 ക്രിസ്തു ജനിച്ചതെന്ന് അപ്പസ്തോലിക കാലം മുതൽ വിശ്വസിച്ചിരുന്നതായി വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം പറയുന്നു. കത്തോലിക്ക സഭയിൽ നിന്ന് വിഘടിച്ചു മാറിയവരും കത്തോലിക്ക മെത്രാന്മാരുടെ ശത്രുക്കളുമായിരുന്ന നോർത്ത് ആഫ്രിക്കയിലെ ഡോണറ്റിസ്റ്റ് സ്കിസ്മാറ്റിക്സ് AD 300 മുതൽ ഡിസംബർ 25 ക്രിസ്തുമസ് ആഘോഷിച്ചിരുന്നു എന്നത് ഇരുവിഭാഗവും തമ്മിലുള്ള വിഭജനത്തിന് മുൻപ് തന്നെ ഡിസംബർ 25 ക്രിസ്തുമസ് ആഘോഷിച്ചിരുന്നത് എന്നതാണ് വ്യക്തമാക്കുന്നത്. പുരാതന ക്രൈസ്തവ പാരമ്പര്യങ്ങളിൽ ഒരിടത്തും ഡിസംബർ 25 പകരം വയ്ക്കാൻ കഴിയുന്ന ഒരു തീയതി കണ്ടെത്താനായിട്ടില്ല. അതുകൊണ്ട് തന്നെ പുരാതന കാലം മുതൽ തന്നെ ഡിസംബർ 25 ക്രിസ്തുമസ് ആഘോഷിച്ചിരുന്നത് എന്നതാണ് നമ്മുടെ ഉറച്ച വിശ്വാസം. ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിനെ സാധൂകരിക്കുന്ന വിധത്തിലുള്ള തെളിവുകൾ അത്യാവശ്യമാണല്ലോ. എന്നാൽ തെളിവുകളില്ലാതെ ഊഹാപോഹങ്ങളും അബദ്ധ പ്രസ്താവനകളുമാണ് തങ്ങളുടെ വാദം സ്ഥാപിക്കാൻ ഇവർ നിരത്തുന്നത് എന്നതാണ് ഏറെ ദയനീയം. മറ്റൊരു ആരോപണം ഇതാണ്: ബെത്ലഹേമിനെ സംബന്ധിച്ചിടത്തോളം ഡിസംബർ വൻതോതിലുള്ള മഞ്ഞുവീഴ്ചയുടെ സമയമാണെന്നും അതുകൊണ്ട് വിശ്വസിക്കപ്പെടുന്നതുപോലെ അത്തരമൊരു പ്രതികൂല കാലാവസ്ഥയിൽ യേശു ജനിച്ചിട്ടില്ല എന്നുമാണ്. എന്നാൽ ഈ ആരോപണവും അവാസ്തവമാണ്. ഒന്നാമത്, ബെത്ലഹേമിൽ അതിശൈത്യം വളരെ അപൂർവമാണ്. മഞ്ഞുകാലം ഒരിക്കലും തീവ്രമാകാറുമില്ല. അതുകൊണ്ടാണല്ലോ ആടുകൾക്ക് കാവൽ നിൽക്കുന്ന ഇടയന്മാർ പുറത്തു കഴിയുന്നത്. ഈ ആരോപണത്തിലെ സത്യം അറിയണമെങ്കിൽ ഡിസംബർ മാസത്തിൽ ബെത്ലഹേം സന്ദർശിക്കുകയും അവിടുത്തെ ഫോട്ടോ എടുക്കുകയും ചെയ്താൽ മാത്രം മതിയാകും. ഡിസംബർ 25 പേഗൻ ഉത്സവമായ സാറ്റർനാലിയും സൂര്യദേവന്റെ തിരുനാൾ ദിനമായ സോൾ ഇൻവിക്സുമാണെന്നാണ് മറ്റൊരു വാദം. എന്നാൽ സാറ്റർനാലിയ ഡിസംബർ 17 മുതൽ 23 വരെ മാത്രം നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ്. അതുപോലെ ഡിസംബർ 25 സോൾ ഇൻവിക്സ് ആഘോഷിച്ചിരുന്നതെങ്കിലും അതിനു മുൻപ് തന്നെ ക്രൈസ്തവർ ഡിസംബർ 25 ക്രിസ്തുമസായി ആഘോഷിച്ചിരുന്നു. തിയോഡോഷ്യസ് ചക്രവർത്തി പല പേഗൻ ആചാരങ്ങളും ആരംഭിച്ചിരുന്നു എന്നത് സത്യമാണ്. എന്നാൽ അവയ്ക്കെല്ലാം മുൻപ് തന്നെ ക്രിസ്തുമസ് ആചരണം നിലവിലുണ്ടായിരുന്നു. മാത്രവുമല്ല, പേഗൻസ് ഒരിക്കലും യേശുക്രിസ്തുവിനെ ദൈവമായി കണക്കാക്കുകയോ യേശുവിൽ വിശ്വസിക്കുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിനെ രക്ഷകനായി കണ്ട് അവർക്ക് ഒരിക്കലും ഡിസംബർ 25 ക്രിസ്തുമസായി ആഘോഷിക്കേണ്ട കാര്യവുമില്ല. ക്രിസ്തുവിന്റെ ജനനം
ഡിസംബർ 25-നാണ് എന്ന് സ്ഥാപിക്കുന്ന തെളിവുകൾ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിലും കാണാനാകും. എലിസബത്ത് സ്നാപക യോഹന്നാനെ ഗർഭം ധരിക്കുന്നത് സെപ്റ്റംബറിലാണ്. അതിന് 6 മാസം ശേഷമാണ് ഗബ്രിയേൽ മാലാഖ മാതാവിനെ മംഗളവാർത്ത അറിയിക്കുന്നത്. അതാകട്ടെ മാർച്ച് 25-നാണ്. മംഗളവാർത്ത തിരുനാളായി നാം അത് ആചരിക്കുന്നുമുണ്ട്. ഇതിന് 9 മാസങ്ങൾക്ക് ശേഷം എന്ന കണക്കെടുക്കുമ്പോൾ കൃത്യമായും യേശു ജനിച്ച ദിവസം ഡിസംബർ 25-ആയി മാറും. ജൂൺ 24-നാണ് സ്നാപക യോഹന്നാന്റെ തിരുനാൾ ദിവസമായി സഭ ആചരിക്കുന്നത്. ആദിമ ക്രൈസ്തവ പാരമ്പര്യത്തെ ശരിവെക്കുന്നതാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് നാം മനസ്സിലാക്കിയെടുക്കുന്ന ഇത്തരം സൂചനകൾ. ഇവിടെ മറ്റൊരു കാര്യം കൂടി വിശദീകരിക്കേണ്ടതുണ്ട്. പെസഹ ഒരിക്കലും കൃത്യദിവസം തന്നെ ആചരിച്ചിരുന്നില്ല എന്ന് വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. 2 ദിനവൃത്താന്തം 30-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങൾ അതിന് തെളിവാണ്. രാജാവും പ്രഭുക്കന്മാരും ജെറുസലേം സമൂഹവും 2-ാം മാസത്തിൽ പെസഹ ആചരിക്കുന്നതിനെ പറ്റി ആലോചന നടത്തി. പെസഹ തിരുനാൾ തക്ക സമയത്ത് ആചരിക്കുവാൻ അവർക്ക് സാധിച്ചിരുന്നില്ല. എന്തെന്നാൽ വിധിപ്രകാരം ശുദ്ധീകരണം നടത്തിയ പുരോഹിതന്മാരുടെ എണ്ണം കുറവായിരുന്നു. മാത്രമല്ല, ജനങ്ങൾ ജെറുസലേമിൽ സമ്മേളിച്ചിരുന്നുമില്ല. 2-ാം മാസത്തിൽ പെസഹ ആചരിക്കുക എന്നത് സമൂഹത്തിന് സ്വീകാര്യമായി തോന്നി. യെസ്രായുടെ പുസ്തകത്തിലും സംഖ്യയുടെ പുസ്തകത്തിലും ഇതേ കാര്യം തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ക്രിസ്തുമസ് എന്നത് പൂർണ്ണമായും ഒരു കത്തോലിക്ക വാക്കാണ്. ക്രൈസ്റ്റ് മാസ് എന്നതിൽ നിന്നാണ് ഈ വാക്ക് രൂപമെടുത്തിരിക്കുന്നത്. പേഗൻസിന് ഒരിക്കലും ക്രിസ്തുവോ ദിവ്യകാരുണ്യമോ മനുഷ്യാവതാരമോ ദൈവം മനുഷ്യനായി പിറന്നതിന്റെ ആഘോഷമോ ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർക്ക് ക്രിസ്തുമസുമായി യാതൊരു ബന്ധവുമില്ല. പേഗൻ ആചാരങ്ങളിൽ നിന്നും വിശ്വാസങ്ങളിൽ നിന്നുമാണ് ക്രിസ്തുമസ് രൂപപ്പെട്ടിരിക്കുന്നത് എങ്കിൽ ഏതു പേഗനാണ് വിശുദ്ധ കുർബാന അർപ്പിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കേണ്ടി വരും. ഒരിക്കലും അങ്ങനെയൊന്ന് സംഭവിച്ചിട്ടില്ലല്ലോ. ചുരുക്കത്തിൽ ക്രിസ്തുമസ് ഡിസംബർ 25-ന് എന്നത് 100% ക്രിസ്തീയവും വിശുദ്ധ ഗ്രന്ഥ അധിഷ്ഠിതവുമാണ്. അതോടൊപ്പം തെളിവുകളും ചരിത്രവും ഡിസംബർ 25-ന് തന്നെയാണ് ക്രിസ്തു ജനിച്ചതെന്ന് സ്ഥാപിക്കുന്നുണ്ട്. എന്നിട്ടും അത് വിശ്വസിക്കാതെ മറുതലിച്ചു നിൽക്കുന്നവരോട് ഒരു കാര്യം പറയട്ടെ. ദൈവവിശ്വാസം, ആരാധന, അനുസരണം തുടങ്ങിയ കാര്യങ്ങളിലാണ് നാം ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തീയതിയേക്കാൾ പ്രധാനപ്പെട്ടതാണ് ദൈവത്തിന്റെ രക്ഷാകര പ്രവൃത്തി. തീയതി മാറിയും യഹൂദർക്ക് പെസഹ ആചരിക്കാൻ കഴിയുകയും അത് ദൈവം സ്വീകരിക്കുകയും ചെയ്തുവെങ്കിൽ തീയതി കൃത്യമല്ലെങ്കിൽ പോലും ക്രിസ്തുവിന്റെ ജനന തിരുനാൾ കൊണ്ടാടുന്നത് നിയമാനുസൃതമാണ്. രക്ഷകന്റെ പിറവി തിരുനാൾ ആചരണത്തിൽ നിന്ന് മുട്ടാപ്പോക്ക് നയങ്ങൾ നിരത്തി മാറി നിൽക്കാൻ ശ്രമിക്കുമ്പോൾ ക്രിസ്തുവിനെ തന്നെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത്.